ഹായ് ഗൈസ്, നമ്മളെവിടെ പോകുന്നേ? നമ്മുടെ തലശ്ശേരി എന്തിനീ? രതീശങ്ങളുടെ വീട്ടിലെന്താ പരിപാടി? പാർട്ടിയാ? മെല്ലണ നമ്മള് പോകുന്ന വഴിയല്ലേ? അയ്യോ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് പറയാ. ആരും പോകല്ല, നമ്മള് മാത്രമേ ഇതിലൂടെ പോകും. എല്ലാരും പോണ വഴിയൊന്നല്ല ഇത്. നമ്മള് അപ്പൊ എങ്ങനെയാണ് പോകാൻ വിചാരിക്കുന്നത്? ഇവിടുന്ന് ട്രെയിനിന് പോകുന്നല്ലേ? നമ്മള് പോയിട്ട് ബസ്സിന് പഴയങ്ങാടേക്ക് പോകും. പഴയങ്ങാടി സ്റ്റേഷനിലേക്ക് എന്നിട്ട് അവിടുന്ന് ട്രെയിൻ തലശ്ശേരി നമ്മളെ മെയിൻ ബസ് സ്റ്റോപ്പ് ഏഴോത്തുനിന്ന് ബസ് പിടിച്ചിട്ട് പഴയങ്ങാടി പോവും. എന്നിട്ട് പഴയങ്ങാടിന്ന് ട്രെയിനില് ഏതാ ട്രെയിനിൽ പോകുന്നത്? 3:30-ക്കല്ലേ ട്രെയിനിലല്ലേ? വൈകുന്നേരം 3:30 ചെന്നൈ മെയിൽ ട്രെയിനിൽ നമ്മൾ തലശ്ശേരി പോവുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ രതീശങ്ങൾ വീട്ടിലെത്തിയിട്ട് കാണേ. ഓക്കെ, ബൈ ബൈ. പിന്നെ പപ്പ എവിടെയാ പോകുന്നത്? ഇത്രയും വേഗം നമ്മളെ കൂട്ടാണ്ട്. അപ്പൊ പോയിട്ട് വരാട്ടാ. ഇതേതാ സ്ഥലം പപ്പ? ഇത് കണ്ണൂർ ജില്ലയിലെ ഏഴോം കാനായി എന്ന സ്ഥലമാണ്. നമ്മൾ പണ്ട് എപ്പോഴും ഈ വഴിയാണ് പേർക്കും പറ്റില്ല. പ്രത്യേകത ഈ വഴിക്ക്? ഈ വഴിക്ക് പ്രത്യേകത ഒന്നുമില്ല. പണ്ടേ റോഡുണ്ട്. കുറെ വയലുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഹലോ ഗൈസ്, ഇൻട്രൊഡക്ഷൻ നിങ്ങളെല്ലാവരും കേട്ടില്ലേ? ഇത് ഞാൻ എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് ഇട്ടതിൻ്റെ മുമ്പേ എടുത്ത വീഡിയോ ആണ് നാട്ടിൽ നിന്ന്. ഇപ്പം ഞാൻ പൂനെയിലെത്തി, നാട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണത്. ഞാൻ അതിൻ്റെ സെക്കൻഡ് ഡേ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടാ. നമ്മളെ ബസന്തൻ്റെ അതിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ രതീഷ് അങ്കിളിൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ പഴയങ്ങാട്ടിൽ നിന്ന് ട്രെയിനിനെ പിടിച്ചിട്ട് തലശ്ശേരി, നമ്മൾ അങ്ങനെ തലശ്ശേരിയാണ്, തലശ്ശേരിയിലേക്ക് ട്രെയിനിൽ പോയി ചെന്നൈ മെയിലിൽ. ഹായ് പറയാങ്ങളെ. അങ്ങനെ നമ്മൾ രതീഷങ്ങളുടെ വീട്ടിലെത്തി. അവിടെ നമ്മൾ കൂട്ടാൻ വന്നിരുന്നു. രതീഷങ്ങൾ കാറും ഷൂട്ടിലെടുത്തിട്ട് നമ്മൾ ഫൈനലി നമ്മളെ രതീഷങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ഒരു വലിയ വീടാണ് അങ്കിളിൻ്റെ. അതിൻ്റെ അപ്പുറത്ത് തന്നെ അങ്കിളിൻ്റെ കടയുണ്ട്. പോയപ്പാട് അങ്ങള് നമുക്കെല്ലാവർക്കും മോരും വെള്ളം തന്നി. നല്ല സൂപ്പർ ടേസ്റ്റായ നല്ല ഇഞ്ചിയും പച്ചമുളകെല്ലാം ഇട്ടിട്ട് മോരും വെള്ളം എല്ലാവരും കുടിച്ചു. എല്ലാ അങ്കിൾമാർക്കും എല്ലാവർക്കും കൊടുത്തിട്ട് കുറേ ഒരു 5-6 ഫാമിലീസ് ഉണ്ടായിനി. മോരും വെള്ളം അത്ര ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അപ്പാട് അങ്ങള് നാരങ്ങ വെള്ളം ആക്കുന്നതിന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 6 ഫാമിലീസ് ഉണ്ടായിനി അവിടെ സ്റ്റേയിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡേ അവിടെ നിന്ന് ബസന്തൻ്റെ പ്രോഗ്രാമിന് പോകണ്ടേ കോഴിക്കോടേക്ക്. അങ്ങനെ ഓരോ ഫാമിലീസ് വരാൻ തുടങ്ങി. നമ്മളെ ആൻറ്റിമാരും അങ്കിൾമാരും എല്ലാവരും ഓരോരോ ആളായിട്ട് അങ്കിൾ കൂട്ടാൻ പോയി കാറിൽ. എന്നിട്ട് നമ്മൾ ഫുഡെല്ലാം നമ്മൾ വീട്ടിലാക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തേ, എല്ലാവരും കൂടിയിട്ട്. പിന്നെ പ്ലാനെല്ലാം മാറി. പിന്നെ എല്ലാവരും കണ്ടു. ഇവരെല്ലാം കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഹാപ്പിനെസ്സും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അതിൻ്റെ മെയിൻ വീഡിയോ ഇവരെല്ലാ ഹാപ്പിനെസ്സും നമ്മൾ കോഴിക്കോട് വെച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ വീഡിയോയിലുണ്ട്. അപ്പോൾ അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എല്ലാവരും കയറി വന്നു. എല്ലാ ആൻറ്റിമാരും അങ്കിൾമാരും എല്ലാം നല്ല ഹാപ്പി ആയി മജ്ജ ചെയ്യുന്നു. അന്ന് രാത്രിക്ക് എല്ലാവരും കൂടിയിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. What is your job right now? ഞാൻ ആർമിയിലായിരുന്നു 3 വർഷം. ഇപ്പോൾ പൂനെയിൽ പെട്ടിക്കച്ചവടം നടത്തുന്നു. Okay. How many siblings do you have? I have one exclusive photo to show all the viewers. എന്നാ പിന്നെ ആനച്ചനെ ചെയ്തു. Oh my god! How many siblings do you have? ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്. എടാ സിബ്ലിംഗ്സ് ഒന്നും ആയിട്ടുണ്ടോ? അതിന് എത്രയുണ്ട്? സ്വന്തം ആയിട്ടുണ്ടോ? അതിന് എത്രയുണ്ട്? മലയാളം ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എത്ര അനിയന്മാരുണ്ട്? അനിയത്തിയായിട്ടില്ല, ഒരു ചേച്ചിയുണ്ട്, ഒരു ചേട്ടനുണ്ട്. അവരൊക്കെ ചെയ്യുന്നു? ചേച്ചി ടീച്ചറാണ്, ചേട്ടൻ ഇവിടെ ചേട്ടൻ ഇവിടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നത്. ചോദ്യം ഇവിടെ പോയി.
Okay, next person. Hello. അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം So, our next person is Mr. Prashant Chandraprakash. Prakash. So first of all, I would like to ask you, are you a retired army? Yeah, I recently retired from Indian Army. How was your experience in army? It's wonderful. It's a dream job and it's proud to be serving our country. How was your experience after retirement? I feel like that we're hanging out our uniform. It's not an easy job. We feel very low at that time actually. When you are removing our uniform, hanging out our uniform it's a part of our life. Okay, we, almost for the last 26 years I'm wearing that uniform and it's a kind of feeling that I cannot express that. Okay. How do you feel right now, meeting all your friends long back? Sorry. How do you feel right now, meeting all your friends? Yeah, it's always special. It's always special to meet our old buddies in army. You know, in army we were like a buddy system. Okay, so it's like brothers. So it's not like in not like civils. We are just calling Are friends. you happy or sad right now? Too much happy. That's why I come such a travel long way from Hyderabad to Dalshiri to meet this. How was the journey? It was good. Madi, ഒരു minute. Okay. Thank you so much. Thank you so much. Okay. മൂന്നാമത്തെ ആള്. ഇപ്പോൾ രണ്ടാണ് Interview കഴിക്ക്. പറയ്. How was your experience? You are fine. How was your experience right now? How was your experience in army? How was your experience in army? Very good experience. How was your experience after retirement? അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. നമ്മൾ മാലൂട്ടി അടുത്ത ഇൻ്റർവ്യൂ വന്നത്. പിന്നെ നമ്മൾ മിന്നു ചേച്ചീൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു നെക്സ്റ്റ് ഡേ. അപ്പോൾ ഈ പ്രോഗ്രാം ഇല്ലാണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞു നമ്മളിങ്ങനെ എൻ്റെ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല. അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു, നമുക്കും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കുറേ ആയി പറയുന്നത് കല്യാണം എൻഗേജ്മെൻറ്റ് ഡ്രസ്സെല്ലാം സെറ്റാക്കി വെച്ചിനു ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതെന്തോ ഒരു സാഹചര്യത്തോട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ചിലരോട് നമ്മൾ തലേന്ന് അവിടെ ആൻറ്റീൻ്റെയും അങ്കിളിൻ്റെ വീട്ടിലും പോയി ചേച്ചിനെ എല്ലാം കണ്ടു. അതാണ് കേട്ടോ ചേച്ചി നമ്മളെ മിന്നു നമ്മളെ മെല്ലിനെ വിളിച്ചു. അപ്പം എല്ലാ അങ്കിൾമാരില്ലോണ്ട് ഒരു നല്ലൊരു പാർട്ടി, എല്ലാവരും ബക്കാടി എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കൂടിയല്ലേ. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊന്നുമല്ല ഒരു സമയം നമ്മളെ റെജിമെന്റെല്ലാം കിട്ടുന്നതിനൊന്നും ഒന്നുമല്ല ഇത്. അപ്പോൾ മുട്ട് ശരിയായില്ല, മുട്ട് അടി പോടുന്നില്ല. എങ്ങനെയാണ് കെമിസ്ട്രി ഇതൊന്നും സുഖം ഉണ്ടാവില്ല നമുക്ക്. ഇതൊന്ന് നാരങ്ങൾ കുടിക്കുന്നവരുണ്ട്. ഗോൾഡ് മങ്കോ അല്ലെങ്കിൽ ജവാനോ ഏത് ന്യൂസ് നിങ്ങൾ ഹായ് ഗൈസ്, നമ്മള് ഹൈടെക് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇവിടെ പാനൂർ പുത്തൂരുള്ളത്. സാധനം എടുത്ത് പോയില്ല. ഇവിടെ നമ്മള് ഹായ് ഗൈസ്, നമ്മള് ഹൈടെക് എന്ന് പറഞ്ഞിട്ട് ആയുർവേദ ഷോപ്പാണിത്, മെഡിക്കൽ ഷോപ്പ്. ഇവിടെ പാനൂർ പുത്തൂരാണത്. പിന്നെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ഷോപ്പാണ്. എല്ലാരും വരണം. എന്തെല്ലാം കിട്ടുവാ കിട്ടുവാന്ന് നോക്കിയാൽ കാണുമല്ലോ. ഇത് റോസ്മേരിന്റെ ഇലയാണ്. ഇത് മുൾട്ടാണി മിട്ടിയാണ്. ഇതെവിടെ തേക്കുവാ? തേക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം.
ഇതെന്താ ചെയ്യേണ്ടത്? ഇത് നേരെ ജലദോഷത്തിന് ബെസ്റ്റ് സാധനമാണ്. ആയുർവേദിക് എന്നാണ് എന്തൊരു തിരക്കാ കടയിൽ അതിനെ കാണിച്ചാ മതി. സൈഡ് എഫക്ട് രണ്ടുപേരും വന്നിട്ടുണ്ട്. നമ്മള് റെസ്പോൺസ് ഇത് തേച്ചാ കൊടുക്കുവോ? മുൾട്ടാണ് കിട്ടിയ അതിന്റെ തന്നെയാണ് ഇത്. ഇത് സിമെന്റ് ആണ്, ഇത് ഇതാണ്, ഇത് പഴിസിമല്ല. നീ പോയിട്ട് ഫസ്റ്റ് ഇത് നമ്മളെ രതീഷ് അങ്കിളിൻ്റെ കടയാണ് കേട്ടോ. പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഹൈടെക് ഷോപ്പാണ്, ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഷോപ്പാണ്. ഇവിടെ എല്ലാ ആയുർവേദത്തിൻ്റെ സാധനവും ഈ ഷോപ്പിൽ കിട്ടും. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് ഓർഡർ ചെയ്യുക. അങ്കിളിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിലിടാം. ഓക്കെ, അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് രാത്രിക്ക് ഫുഡ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷേ അവിടെയെല്ലാം പോയി അമ്മിണി ചേച്ചിൻ്റെ വീട്ടിലും പോയി വരുമ്പോഴത്തേക്ക് ലേറ്റായി. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് രതീഷങ്ങൾ ഓർഡർ ചെയ്ത് പൊറോട്ടയും ബിരിയാണിയും പിന്നെ മഞ്ചൂരിയൻ കറിയും കൂടിയാണ് ഓർഡർ ചെയ്തത്. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് അടിപൊളി. ആദ്യം നമ്മൾ ലേഡീസ് എല്ലാവരും കൂടി കഴിച്ചു, ലേഡീസും പിള്ളേരും എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ അങ്കിൾമാരെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിച്ചു. അങ്കിൾമാരുടെ മുകളിൽ പോയിട്ടില്ലേനോ ഡ്രിങ്ക്സ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് വരുമ്പോഴത്തേക്ക് ലേറ്റായി. എന്നിട്ട് അവർ മെല്ലെ കഴിച്ചു. ഓക്കെ ഓക്കെ, പക്ഷേ ലൈറ്റ് കുറവാണ്. ഇല്ല കുറേ ഇതിപ്പോ കൊറേ നഗ്ന സത്യങ്ങൾ പുറത്തിറങ്ങും. അങ്ങനെ എല്ലാവരും കൂടി ഫുഡും കഴിച്ചിട്ട് ഉറങ്ങി. അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാവരും കൂടി 5 മണിയാകുമ്പോൾ എന്നിട്ട് ബീച്ചിൽ പോവാന്ന് പറഞ്ഞു. മുഴപ്പിലങ്ങാടി പ്ലാൻ ചെയ്ത്. അപ്പോൾ അതിൽ പോയിട്ട് ഞാനും പിന്നെ അഭിനവും മാളുവും ലച്ചുവും പിന്നെ മുത്താരങ്ങളും പ്രകാശ് മുത്താരങ്ങളും പിന്നെ വരരങ്ങളും കൂടിയാണ് പോയിനി. ഇപ്പോൾ രാവിലെ 5 മണിക്ക് ബീച്ചിൽ പോകേണ്ട ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. പക്ഷെ നല്ലൊരു വൈബേനു. ആ പ്രോഗ്രാമിന് പോകണ്ട, നമുക്ക് ഇവിടുത്തെ നിൽക്കാമെന്ന് പറഞ്ഞ് അത്രയ്ക്കും നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി വൈബേനു കാണാൻ വേണ്ടിയിട്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. സൺറൈസ് കാണാനാണ് പോയത്, പക്ഷെ നമ്മൾ നേരത്തെ എത്തിപ്പോയി. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഷ്യൻ്റെ ലാർജസ്റ്റ് മെറൈൻ ഡ്രൈവിൻ ബീച്ചാണിത്, മുഴപ്പിലങ്ങാട് ബീച്ച്. അപ്പം അടിപൊളി നല്ല വൈബിലും നമ്മൾ അങ്കിൾമാരെല്ലാം കൂട്ടിയിട്ട് പോകുമ്പം നല്ല വൃത്തിക്ക് സൺസെറ്റ് എല്ലാം കണ്ടിനി. അപ്പോൾ നമ്മൾ പോകുമ്പം തന്നെ അവിടെ മീൻ പിടിക്കുന്ന സമയം ആവുന്നതേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. കുറച്ച് സമയം നമ്മൾ കറക്റ്റ് സമയം എത്തിയേ. അപ്പോൾ സൺറൈസിൽ എന്ത് ഭംഗിയാന്ന് നോക്കിയിട്ട് എന്ത് രസാ, സ്കൈയും ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ചെയ്യണം. ആദ്യമായിട്ട് അതിങ്ങനെ രാവിലെ ബീച്ചിലെല്ലാം പോകുന്നു. അപ്പോൾ കുറേ ജെല്ലി ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ മീൻ പിടിക്കുമ്പം അതിനൊന്ന് പകുതിയും ജെല്ലി ഫിഷാണ് കിട്ടുക. അതിന് ശേഷം നമുക്ക് മെയിൻ കുഞ്ഞു കുഞ്ഞു ഫിഷ് കിട്ടുള്ളൂ. അധികം ഫിഷൊന്നും ഉണ്ടായിട്ടില്ല, കുഞ്ഞു ഫിഷ് ഉണ്ടായിട്ടുള്ളൂ. അവിടെ ഞണ്ടുണ്ടായിനി, സ്റ്റാർ ഫിഷ് കണ്ടിട്ടില്ല, സ്റ്റാർ ഫിഷ് ഉണ്ടായിനി, പിന്നെ കുറേ ജെല്ലി ഫിഷ് ഉണ്ടായിനി. ജെല്ലി ഫിഷ് നല്ലതല്ല, അത് ഭയങ്കര പോയ്സണസ് ആണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്. എന്ത് രസമാണ് നേച്ചർ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്, എന്ത് ഭംഗിയാന്ന് നോക്കിയിട്ട്. അപ്പം നമ്മൾ കുറേ കണ്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ബീച്ചിൽ നിന്ന്. നമ്മൾ ഫൈനലി അവിടെ നിന്ന് വിട്ടു. എന്നിട്ട് റെഡി ആയിട്ട് നമ്മൾ പ്രോഗ്രാമിന് പോയി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.